الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പരമാവധി അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കൗമിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചത് തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കാനാണ് എന്ന് നാം വിശദീകരിച്ചു. തൗഹീദാണ് നാം ആദ്യം പഠിക്കേണ്ടത്, അതിലേക്കാണ് നാം ദഅവത്ത് ചെയ്യേണ്ടത് എന്നത്. എന്തുകൊണ്ടാണ് തൗഹീദ് ആദ്യമായത്, എന്താണ് തൗഹീദ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് ഖുതുബകളിലായി നാം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് കൽപ്പിച്ച കൽപ്പനകളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് തൗഹീദ്. അഅ്ലമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ്. അല്ലാഹു കൽപ്പിച്ച ഏറ്റവും മഹത്വമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് തൗഹീദ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് തൗഹീദിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഷിർക്ക്. നാം മുവഹീദാകണം, തൗഹീദുള്ളവരാകണം എന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഷിർക്ക് എന്ത് എന്നും ഷിർക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നും നാം പഠിക്കേണ്ടതുണ്ട്. തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് പോലെ തന്നെ, തൗഹീദിനെ കൽപ്പിക്കുന്നത് പോലെ തന്നെ ഷിർക്കിനെ എതിർക്കാനും ഷിർക്കിനെ നിരോധിക്കാനും ദായികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിർക്ക് പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പാപമാണ്.
ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് മഹാപാതകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ ശിർക്ക് എന്ന മഹാപാതകത്തിന് മറ്റ് വൻ പാപങ്ങൾക്കില്ലാത്ത ഗുരുതരമായ 3 ശിക്ഷകൾ നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, ശിർക്ക് ചെയ്താൽ അവൻ്റെ സൽക്കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോകും. 2, ശിർക്ക് ചെയ്തിട്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ, മുശ്രിക്കായിട്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് മഗ്ഫിറത്തില്ല, മരണത്തിന് ശേഷം മഗ്ഫിറത്തേ ഇല്ല. 3-മത്തേത്, മുശ്രിക്കായി ശിർക്ക് ചെയ്തവനായാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അവൻ കാലാകാലം നരകത്തിലാണ്. ഈ 3 ശിക്ഷ മറ്റു പാപങ്ങൾക്കില്ലാത്ത ശിർക്കിന് മാത്രമുള്ള 3 ശിക്ഷകളാണ്. അപ്പോൾ അത്ര ഗൗരവമുള്ളതാണ് ശിർക്ക്. അത് ഉണ്ടാകാനേ പാടില്ല. ശിർക്ക് ചെയ്തവനായാണ് മരിക്കുന്നത് എങ്കിൽ അവൻ തീരെ നഷ്ടവാളിയാണ്. ആയതുകൊണ്ട് തന്നെ എന്താണ് ശിർക്ക് എന്നത് നാം പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ഉമ്മത്തിന് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഉമ്മത്തിനെ നിരോധിക്കേണ്ടതുണ്ട്. തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് പോലെ തന്നെ ഒരു ദായി നിരോധിക്കേണ്ട, വിലക്കേണ്ട ഒന്നാണ് ശിർക്ക്. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ ശിർക്കിന് നിർവചനം നൽകിയിട്ടുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകലാണ് തൗഹീദ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശിർക്ക്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ വല്ലതിലും അള്ളാഹു അല്ലാത്തവർക്കും അർഹതയുണ്ട് എന്ന് അർഹത നൽകലാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കും നൽകലാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് സമപ്പെടുത്തലാണ് ശിർക്ക്. ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പ്രമുഖനായ മുഫസ്സിറാണ് അബുൽ മുളഫർ അസ്സംആനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എന്താണ് ശിർക്ക് എന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫൽഇശ്റാഖു ബില്ലാഹി തആല, അള്ളാഹുവിനെ പങ്കാക്കുക എന്ന് പറഞ്ഞാൽ, ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹുവ അൻ യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് ചേർക്കലാണ്. അതാണ് ശിർക്ക്. അല്ലെങ്കിൽ മറ്റു ഉലമാക്കൾ പറഞ്ഞതുപോലെ തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് സമപ്പെടുത്തലാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് റുബൂബിയ്യത്താണ്. റുബൂബിയ്യത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാ, റബ്ബ് അള്ളാഹു ആണ് എന്നത്. 2-മത്തേത് അൽ അസ്മാഉ വസിഫാത്ത്, അള്ളാഹുവിന് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനോളം പേരൊത്ത ആരുമില്ല, അള്ളാഹുവിനെ പോലെ വിശേഷണമുള്ള ആരുമില്ല. 3-മത്തേത് ഉലൂഹിയ്യത്താണ്, ഉഅബൂദിയ്യത്ത്, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ്. റുബൂബിയ്യത്തും അസ്മാഉ വസിഫാത്തും ഉലൂഹിയ്യത്തും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ 3 കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക എന്ന് നമ്മൾ വിശദീകരിച്ചു. അതാണ് തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ്യ. ഈ 3 കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് സമപ്പെടുത്തലാണ് ശിർക്ക്. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടവർ ആരെയാണോ ശിർക്കാക്കിയത് അവരോട് പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹുവാണേ നാം വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെ നാം റബ്ബുൽ ആലമീനോട് സമപ്പെടുത്തിയപ്പോൾ, റബ്ബുൽ ആലമീനോട് നിങ്ങളെ നാം സമപ്പെടുത്തിയപ്പോൾ നമ്മൾ വ്യക്തമായ വഴികേടിലായി എന്നവർ പറയുമെന്ന്. ഈ ആയത്തിൽ നിന്നുമാണ് ശിർക്കിന്റെ താരീഫ് ഉലമാക്കൾ എടുക്കുന്നത്. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ് ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ഇമാം ഇബ്നു ജരീർ അത്തൊബരി, ഇമാം അൽ ഖുർത്തുബി റഹിമഹുമുല്ലാ പോലുള്ള മുഫസ്സിറുകൾ
എന്തിലാണ് തസ്വിയത്ത് ഉണ്ടായത് എന്ന് വിശദീകരിച്ചിട്ട് എഴുതിയത് ഐഫിൽ ഇബാദ, ഇബാദത്തിലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ് ഇവർ ചെയ്തത്. അപ്പൊ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഉലൂഹിയത്ത്. നമ്മൾ പറഞ്ഞു ഉലൂഹിയത്തിലേക്കാണ് പ്രവാചകന്മാർ ദഅവത്ത് ചെയ്തത്. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രവാചകന്മാരും ദഅവത്ത് ചെയ്തത് ഉലൂഹിയത്തിലേക്കാണ്, തൗഹീദുൽ ഉലൂഹിയത്തിലേക്കാണ്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഉബൂദിയ്യത്ത്, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം എന്നതിലേക്കാണ്. എന്തുകൊണ്ടാണ്? നൂഹ് നബി ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് മുതൽ ഇങ്ങോട്ടുള്ള സകല ജനങ്ങളും അള്ളാഹുവിൽ പങ്കാക്കിയത് ഇബാദത്തിലാണ്. അള്ളാഹുവിനെ റബ്ബാണെന്ന് അംഗീകരിച്ചവർ, അള്ളാഹുവിന് ഇസ്മും സിഫത്തും ഉണ്ടെന്ന് അംഗീകരിച്ചവർ, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്കും നൽകി. അതിനവർ പല ന്യായവാദങ്ങൾ ഉന്നയിച്ചു. അത് ശിർക്കല്ല എന്ന് വെത്തി തീർക്കാൻ, അത് ആകാമെന്നാക്കി തീർക്കാൻ. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്കത് എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. അപ്പോൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ അനുയായികളിൽ വന്ന ഷിർക്കുൻ ഫിൽ ഉലൂഹിയ്യയായിരുന്നു, ഉലൂഹിയത്തിലുള്ള ഉബൂദിയത്തിലുള്ള ഷിർക്കായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടവർ അവർ ആരെയാണോ ആരാധിച്ചത് അവരോട് പറയുന്ന വിലാപം ഖുർആനിൽ വിശദീകരിച്ചത് ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ആ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഇമാമുൽ മുഫസ്സിരീൻ ഇമാം ഇബ്നു ജരീർ അത്തൊബരി മുതൽ ഇങ്ങോട്ടുള്ള പല മുഫസ്സിറുകളും ഇമാം ഖുർത്തുബിയെ പോലുള്ള പല മുഫസ്സിറുകളും എഴുതിയത് അള്ളാഹുവിൽ ഇവർ സമപ്പെടുത്തിയത് ഇബാദത്തിലാണ് എന്ന്. അപ്പോൾ ഇതാണ് ഷിർക്ക്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. അതിനൊന്നും കൂടെ പ്രത്യേകമായിക്കൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിനെ വിശദീകരിച്ചിട്ട് എഴുതി, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അശ്ശിർകുൽ അഅ്ളം, ഏറ്റവും ഗുരുതരമായ ഗൗരവമുള്ള ഷിർക്ക് എന്നാൽ അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരും ആരാധിക്കപ്പെടലാണ്, അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് നൽകപ്പെടലാണ് അശ്ശിർകുൽ അഅ്ളം എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. അപ്പോൾ ഷിർക്ക് പാടില്ല, ഷിർക്ക് ഗുരുതരമായ പാപമാണ് എന്നെല്ലാം പറഞ്ഞ ആ ഷിർക്ക് കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ് എന്നതാണ്. ഉലമാക്കൾ ഷിർക്കിനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ഷിർക്കുൻ അക്ബർ, രണ്ട് ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അക്ബർ എന്നാൽ വലിയ ഷിർക്ക്. ആ ഷിർക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. തൗബ ചെയ്യാതെയാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, ഷിർക്ക് ഉപേക്ഷിച്ച് തൗഹീദിലേക്ക് വരാതെയാണ് അയാൾ മരണപ്പെടുന്നതെങ്കിൽ അയാൾക്ക് മഗ്ഫിറത്തില്ല, അയാൾ കാരാകാര നരകത്തിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 3 ശിക്ഷകൾ ഈ ഷിർക്കുൻ അക്ബർ ചെയ്തവർക്കുള്ളതാണ്. ഷിർക്കുൻ അക്ബറിനെ പണ്ഡിതന്മാർ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഷിർക്കുൻ അക്ബർ അത് വിശ്വാസത്തിലുണ്ടാകാം, പ്രവർത്തനത്തിലുണ്ടാകാം, വാക്കിലുണ്ടാകാം, സംശയത്തിലൂടെയും ഉണ്ടാകാം. പറയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ ഷിർക്ക് സംഭവിക്കും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ ഷിർക്കുൻ അക്ബർ സംഭവിക്കും, വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിച്ചാൽ ഷിർക്കുൻ അക്ബർ സംഭവിക്കും, സംശയിക്കാൻ പാടില്ലാത്തത് സംശയിച്ചാൽ ഷിർക്കുൻ അക്ബർ സംഭവിക്കും. വിശ്വാസത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സംശയത്തിലൂടെ ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാം, അയാളിൽ ഷിർക്കുൻ അക്ബർ സംഭവിക്കാം. എന്നിട്ട് ഉലമാക്കൾ എഴുതി, ഷിർക്കുൻ അക്ബറിൽ ഏറ്റവും ഗൗരവമുള്ള ഷിർക്ക് 4 ഷിർക്കുകളാണ്. ഒന്ന് ഷിർക്കും ഫി ദുആ, ദുആയിലുള്ള ഷിർക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അകപ്പെട്ടു പോയ വലിയൊരു കെണിയാണ് ഷിർക്കും ഫി ദുആ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക എന്നത്, അതാണ് ഷിർക്കും ഫി ദുആ. നമ്മുടെ നാടുകളിൽ ഈ ഷിർക്കാണ് ഏറെയുള്ളത്, ഏറെ വ്യാപിച്ചു കിടക്കുന്നത്. മരിച്ചുപോയവരെ, മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ ദർഗകളാക്കി ആ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാടുകളിൽ നിന്ന് കൂടുതലാണ്. നമ്മുടെ നാട്ടിലുള്ള പലരും ഈ ഒരു ഷിർക്കിൽ വീണുപോയവരാണ്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മമ്പുനന്ദങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, CM മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, വേങ്ങര കോയപ്പാപ്പയെ, ഓച്ചിറ ഉപ്പാപ്പയെ പോലുള്ള മരിച്ചുപോയ നമ്മുടെ പോലെയുള്ള മനുഷ്യന്മാരുടെ ഖബറുകളെ ദർഗകളാക്കി അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ, മഴ തരണേ, വെള്ളം തരണേ, മക്കളെ തരണേ, കടം വീട്ടി തരണേ, രോഗം മാറ്റി തരണേ
പ്രയാസങ്ങൾ ദൂരീകരിക്കണേ, സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് കാക്കണേ പോലുള്ള അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ദുആ അള്ളാഹു അല്ലാത്തവരോട് അവർ ചോദിക്കുന്നു. ശിർക്കും ഫി ദുആ. ഇത് ശിർക്കാണ് എന്നത്, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഒരു പ്രവാചകൻ അങ്ങ് പ്രഖ്യാപിക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഓ പ്രവാചകൻ അങ്ങ് പ്രഖ്യാപിക്ക്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവരെ മറ്റാരെയും പങ്കാക്കുകയില്ല. അതായത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കൽ, അള്ളാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യൽ ശിർക്കാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിരുന്നത്. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറെ വൈകേടിലായവൻ വേറാരുണ്ട്, വൈതെറ്റിയവൻ ലാലായവൻ വേറാരുണ്ട്. വൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വൈകെട്ടവൻ മറ്റാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, എന്നാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ, ആരാധിക്കുന്നവർ അവരാണെങ്കിലോ ഇവരുടെ ദുആ കേൾക്കുന്നില്ല, അശ്രദ്ധരാണ്, മരിച്ചുപോയവരാണ്, ജമാദാത്തുകളാണ്, മയ്യത്തുകളാണ്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ അടിമകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അംവാതുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, അവർ ജീവിക്കുന്നവരല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ പരലോകത്ത് ഈ വിളിച്ചു പ്രാർത്ഥിച്ചവരെയും വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടവർ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ ഇബാദത്തിനെ നിഷേധിക്കുന്നതാണ് എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ ഇബാദത്തായിട്ട് പരിചയപ്പെടുത്തി. വഹും അൻ ദുആഇഹിം വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് അല്ലാഹു തുടങ്ങിയത് വമൻ അളല്ലു മിമ്മൻ യദ്ഉ, രണ്ടാമത്തെ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് ബിഇബാദതിഹിം കാഫിരീൻ. അല്ലാഹു അല്ലാത്തവർക്കുള്ള ദുആ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ, അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകലാണ്. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് നൽകൽ ശിർക്കാണ്. അത് അല്ലാഹു പറഞ്ഞു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഇൻ തദ്ഉഹും, നിങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളിച്ചു പ്രാർത്ഥനയെ, നിങ്ങളുടെ ദുആഇനെ, നിങ്ങളുടെ വിളിയെ ഇവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ് എന്ന്. മറ്റേ അതെന്താ പറഞ്ഞത്? വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഈ ശിർക്ക് അവർക്കുള്ള ഇബാദത്താണ്. എന്താണ് ശിർക്ക്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരായി മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ശിർക്കുൻ അക്ബറിൽ ഏറെ ഗൗരവമുള്ള ഒന്ന് ശിർക്കും ഫി ദുആ. അതുകൊണ്ടാണ് കുറച്ച് ഞാൻ വിശദീകരിച്ചത്. ഇനി ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പലരും, ഭൂരിഭാഗം പേരും. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ശിർക്കിൽ നിന്നും വിലക്കേണ്ടതുണ്ട്, തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ശിർക്കുൻ അക്ബറിൽപ്പെട്ട രണ്ടാമത്തേത് ശിർക്കും ഫിൽ മഹബ്ബ, സ്നേഹത്തിലുള്ള ശിർക്കാണ്. മൂന്നാമത്തേത് ശിർക്കും ഫിൻ നിയ്യ, നീയത്തിലുള്ള ശിർക്കാണ്. നാലാമത്തേത് ശിർക്കും ഫി താഅ, അനുസരണയിലുള്ള ശിർക്കാണ്. ഈ 4 ശിർക്കുകൾ ഷിർക്കുൻ അക്ബറാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഷിർക്കും ഫി ദുആ,
2 ശിർക്കും ഫിൽ മഹബ്ബ, 3 ശിർക്കും ഫിൻ നിയ്യ, 4 ശിർക്കും ഫിൽ താഅ. ഇൻഷാ അല്ലാഹ് ഒരു ഖുതുബകളിൽ ഇവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിക്കാം. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഷിർക്ക് അതീവ ഗൗരവമുള്ളൊരു പാപമാണ്. ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൊച്ചുമകനെ ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ആദ്യം അദ്ദേഹം ഉപദേശിച്ചത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. കൊച്ചുമകനെ നീ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് മഹാപാതകമാണ് എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കൊക്കെ അറിയാം, ഇമാമുൽ മുവഹിദീൻ, മുവഹിദുകളുടെ ഇമാം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇമാമുൽ മുവഹിദീൻ, മുവഹിദുകളുടെ ഇമാം. മുവഹിദുകളുടെ ഇമാം എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. വജുനുബിനി, എന്നെ നീ ഒരു ഭാഗത്താക്കണേ, വബനിയ, എൻ്റെ മക്കളെയും നീ ഒരു ഭാഗത്താക്കണേ, അൻ നഅബുദൽ അസ്നാം, ഇബാദത്ത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനെ മറുഭാഗത്തേക്കും ആക്കണേ. എന്നെയും എൻ്റെ മക്കളെയും സനമകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നീ കാക്കണേ, രണ്ടിനെയും വേറെ വേറെയാക്കണേ. എൻ്റെയും എൻ്റെ മക്കളെയും ഒരു ഭാഗത്തും ഇബാദത്തുൽ അസ്നാമിനെ മറ്റൊരു ഭാഗത്തും നീ ആക്കണേ, കാക്കണേ എന്ന് ദുആ ചെയ്യുന്നത് ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും പോലുള്ള നബിമാർ അവരുടെ മക്കൾക്ക് നൽകിയ വസിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തൻ്റെ മക്കൾക്ക് നൽകിയത് വസിയത്ത് നൽകിയത് തൗഹീദാണ്. മക്കൾ വിളിച്ചിട്ട് അവർ പറഞ്ഞത്, നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന്. അള്ളാഹു വീണ്ടും പറയാൻ, അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യാക്കൂബൽ മൗതു. യാക്കൂബിന് മരണമാസന്നമായപ്പോൾ നിങ്ങൾ യാക്കൂബിൻ്റെ അടുത്ത് സന്നിഹിതരായിരുന്നോ? ഇല്ലല്ലോ. ഇത് ഖാല ലിബനീഹി, അദ്ദേഹം തൻ്റെ മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന്. മരിക്കാൻ നേരത്ത് യാക്കൂബ് നബി മക്കൾ വിളിച്ചിട്ട് കൊടുക്കുന്ന വസിയത്താണ്. മക്കളോട് ചോദിക്കാൻ, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന്. അപ്പോൾ മക്കൾ പറഞ്ഞു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ. ഏ ഉപ്പ, താങ്കൾ ആരെയാണോ ആരാധിച്ചത് അയാളെ മാത്രമേ നമ്മൾ ആരാധിക്കുള്ളൂ. താങ്കളുടെ പിതാക്കന്മാരായ ഇസ്മായിലും ഇസ്ഹാഖും ഇബ്രാഹിമും ഒക്കെ ആരെയാണോ ആരാധിച്ചത് ആ ആരാധന നമ്മൾ ആരാധിക്കുള്ളൂ. ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഒറ്റ ഇലാഹിനെ, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ എന്ന് യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിക്ക് മറുപടി നൽകി എന്ന് അള്ളാഹു പറയുകയാണ്. പ്രവാചകന്മാർ പോലും പേടിച്ച, തൻ്റെ മക്കൾക്ക് ഉപദേശം നൽകിയ, അള്ളാഹിനോട് കാക്കണേ എന്ന് ദുആ ചെയ്ത അതിഗുരുതരമായ പാപമാണ്, പാതകമാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ നാം ദഅവത്ത് ചെയ്യേണ്ട ആദ്യത്തെ കാര്യത്തിൽപ്പെട്ടതാണ് ശിർക്ക് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. അബൂബക്കർ, ലശ്ശിർകു ഫീകും, നിങ്ങളിൽ ശിർക്ക് കടന്നു വരുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് ഇയഞ്ഞു കയറുന്നതിനേക്കാൾ ഗോപ്യമായി. നമ്മുടെ ശരീരത്തിലേക്ക് ഉറുമ്പ് കയറി വന്നാൽ നമ്മൾ അറിയില്ല. കനമില്ലാത്തൊരു ജീവിയാണ് ഉറുമ്പ്. നമ്മുടെ കാലിലേക്ക് ഉറുമ്പ് കയറി വന്നാൽ ഉറുമ്പ് നമ്മുടെ കാലിലുണ്ടെന്ന് നമ്മൾ അറിയില്ല, നമ്മുടെ ശരീരത്തിൽ ഉറുമ്പുണ്ടെന്ന് നമ്മൾ അറിയില്ല. അതിനേക്കാൾ ഗോപ്യമായി അതിനേക്കാൾ ഗോപ്യമായാണ് ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ശിർക്ക് കയറി വരുമ്പോൾ ആ ശിർക്കിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഈ ദുആ നിങ്ങൾ ചൊല്ലുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കാക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ ചെയ്തതിൽ നിന്ന് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നു അല്ലാഹുവേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ ഗൗരവത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ശിർക്ക് ഉറുമ്പരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായി വരും. അതുകൊണ്ട് ഈ ദുആ പതിവാക്കുക എന്ന്. ശിർക്കിനെ പേടിക്കാൻ, ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ സൂക്ഷിക്കാനാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, അത്ര ഗൗരവമുള്ളതാണ് ശിർക്ക്. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ശിർക്കും തൗഹീദും പഠിക്കാനും പ്രാവർത്തികമാക്കാനും ദഅവത്ത് ചെയ്യാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലേറെ നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്കാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക, ഇസ്തിഗാസ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നാം ഏറെ ഗൗരവത്തിൽ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, മരണപ്പെട്ടു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ച് സഹായം തേടുന്നവർക്ക് ഒരുപാട് ദുർന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളെ പഠിക്കുകയും അതിന് മറുപടി നാം നൽകുകയും ചെയ്യണം. അത് ശിർക്കാണ് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന തേട്ടം, ഒരു തേട്ടം മൂന്നാലൊരു രീതിയിലാണ് എങ്കിൽ അത് ശിർക്കാണെന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, സലഫുകൾ, സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാഅണ് എന്നാണ്. ഒന്ന്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത് എങ്കിൽ ആ ചോദിക്കപ്പെടുന്ന ആൾ ജീവിച്ചിരിക്കുന്ന ആളാകട്ടെ മരിച്ച ആളാകട്ടെ ആ ചോദിച്ച കാര്യം ശിർക്കാണ്. മഴ വർഷിപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. പാപം പൂർത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. ഹിദായത്ത് നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രശ്നം പരിഹരിക്കാൻ, ബുദ്ധിമുട്ടുകൾ നീക്കാൻ, രോഗം മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ഇപ്പറയപ്പെട്ട പോലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അവൻ ശിർക്ക് ചെയ്തവനാണെന്നത് ഇജ്മാഅ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ തേട്ടം, ശിർക്കായ ഒന്നാമത്തെ തേട്ടം. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. രണ്ടാമത്തേത്, ഗായിബായ ആളോട്, മറഞ്ഞിരിക്കുന്ന ആളോട് എന്ത് തേടിയാലും ശിർക്കാണ്. ഗായിബാണ് എങ്കിൽ നമ്മളെ തൊട്ട് മറഞ്ഞ ആരോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ്. ഗായിബായോട് ഒന്നും ചോദിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, മയ്യത്തിനോട് എന്ത് ചോദിക്കലും ശിർക്കാണ്. ഈ മൂന്ന് ചോദ്യമാണ് ശിർക്കായ തേട്ടം. ഒരു തേട്ടം എപ്പോഴാണ് ശിർക്കാകുക എന്ന് ചോദിച്ചാൽ ഈ മൂന്നാല് ഒന്നാണ് എങ്കിൽ അത് ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയത് എങ്കിൽ ആ തേട്ടം ശിർക്കാണ്. ഗായിബിനോടാണ് ഒരാൾ തേടിയതെങ്കിൽ ആ തേട്ടം ശിർക്കാണ്. മയ്യത്തിനോടാണ് ഒരാൾ തേടുന്നതെങ്കിൽ ആ തേട്ടം ശിർക്കാണ്. ഈ മൂന്ന് തേട്ടം ശിർക്കാണെന്നതിൽ സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാഅ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين.